അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കുട്ടികളെ, 8ാം ക്ലാസ്സിലെ തസ്കിയ രണ്ടാമത്തെ പാഠം വഹസുന ഉലൈക റഫീഖാ, കൂട്ടുകാരായി ലഭിക്കാൻ ഏറ്റവും നല്ലവരാണവർ എന്ന പാഠം ഇങ്ങനെ വായിക്കുകയാണ് നമ്മൾ. جاء رجل إلى النبي صلى الله عليه وسلم. ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. فقال يا رسول الله إني لا أحب إلي من نفسي إنك لا أحب إلي من نفسي. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, തീർച്ചയായും അങ്ങ് എനിക്ക് എൻ്റെ ജീവനേക്കാൾ പ്രിയപ്പെട്ടവനാണ്. നഫ്സ് നമ്മുടെ ജീവൻ എന്നർത്ഥം. വഇന്നക ലാ ഹബ്ബു ഇലയ്യ മിൻ വലദീ, തീർച്ചയായും അങ്ങ് എനിക്ക് എൻ്റെ മക്കളെക്കാളും പ്രിയപ്പെട്ടവനാണ്. വഇന്നീ ലഅകൂനു ഫിൽ ബൈത്തി ഫഅദ്കുറക്, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അങ്ങയെ ഓർക്കാറുണ്ട് കേട്ടോ. പരി നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഓർക്കും. ഫമാ അസ്ബിറു ഹത്താ ആതിയ ഫഅൻദുറ ഇലൈക്, അപ്പോൾ അങ്ങയുടെ അടുക്കൽ വന്ന് അങ്ങയെ കാണുന്നത് വരെ എനിക്ക് ക്ഷമിക്കാൻ കഴിയാറില്ല. അപ്പോൾ നിങ്ങളെ കാണാൻ പോതിയാകുമ്പോൾ അപ്പം അങ്ങയുടെ അടുക്കൽ വന്ന് അങ്ങയെ കാണുന്നത് വരെ എനിക്ക് ക്ഷമിക്കാൻ കഴിയാറില്ല. വഇദാ ദകർതു മൗതി വമൗതക് അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്നത റുഫിഅത മഅൻ നബിയ്യീൻ. എൻ്റെയും അങ്ങയുടെയും മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പ്രവാചകന്മാരോടൊപ്പം ഉന്നത സ്ഥാനത്തായിരിക്കും എന്ന്. അങ്ങനെ തന്നെയല്ലേ? മരിക്കും, സ്വഹാബിയാണ്, പ്രതീക്ഷ ഉണ്ടാവും, സ്വർഗത്തിലായിരിക്കും. ഞാൻ സ്വർഗത്തിലാണ്, അയാളെ നമ്മളെ വിശ്വാസം സ്വർഗത്തിലാണ്, അയാളുടെ ഭാവനയാണ്. അപ്പോൾ സ്വർഗത്തിലെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരുടെ സ്ഥാനത്തേക്കാണ്, ഇയാൾ സ്വഹാബിയാണ്. അപ്പോൾ ഒരിക്കലും ഇനി അവിടുന്ന് കാണാൻ പറ്റൂല. നമുക്ക് തന്നെ അറിയില്ലേ, നമ്മൾ വലിയ ഒരാളെ കൂടെ ഗസ്റ്റായിട്ട് പോവുക, ചെല്ലുമ്പോൾ അവിടെ കയറി ചെന്നാൽ നമുക്ക് ഇന്ന സ്ഥലം വരെ പോകാൻ പറ്റുള്ളൂ. പിന്നെ അയാളിലൊക്കെ പോകും, പിന്നെ അയാൾ പോയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കൊന്ന് എല്ലായിടത്തൊന്നും പ്രവേശനം കിട്ടില്ല. അപ്പോൾ സ്വർഗത്തിലെത്തിയാൽ അവരെ പാട്ടിനാകും. ഇയാളെ ഭാവന അങ്ങനെയാണ്. വഅന്നീ ഇദാ ദഖൽതുൽ ജന്ന ഖശീതു അല്ലാ അറാക, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പോലും താഴ്ന്ന പദവിയിലായതിനാൽ അങ്ങയെ കാണാൻ കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാലും താഴ്ന്ന പദവിയായതുകൊണ്ട് അങ്ങയെ കാണില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പോഴോ ഫലം യറുദ്ദ അലൈഹി നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശൈഅൻ ഹത്താ നസല ജിബ്രീലു അലൈഹിസ്സലാം ബിഹാദിഹിൽ ആയ. ജിബ്രീൽ അലൈഹിസ്സലാം ഈ സൂക്തവുമായി ഇറങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മറുപടിയൊന്നും നൽകിയില്ല. എന്താണ് ആയത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء
മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിൻ്റെയും റസൂലിനെയും അനുസരിക്കുകയും അല്ലാഹുവേയും റസൂലിനെയും അനുസരിക്കുന്നു അവർ അല്ലാഹു അനുഗ്രഹം നൽകിയവരായ പ്രവാചകന്മാർ, സത്യസന്ധർ, രക്ഷസാക്ഷികൾ, സത്പ്രവൃത്തി, സദ്വർത്തർ, നല്ലത് ചെയ്യുന്ന ആളുകൾ എന്നിവരോടൊപ്പമായിരിക്കും കൂട്ടുകാരായി ലഭിക്കാൻ ഏറ്റവും നല്ലവരാണവർ. അപ്പോൾ ദുനിയാവിൽ വെച്ച് അള്ളാഹ്ക്കും അള്ളാഹുവിൻ്റെ റസൂലും അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാഹ് അനുഗ്രഹിച്ച നബിമാർക്കൊപ്പം, സത്യം സുദ്ദീഖീങ്ങൾക്കൊപ്പം, ശുഹദാക്കൾക്കൊപ്പം, സ്വാലിഹീങ്ങൾക്കൊപ്പമാണ് കൂട്ടുകാരായി ലഭിക്കാൻ ഏറ്റവും നല്ലവർ ഇവരാണല്ലോ. പറയണേ, പണം പറയാം. ഫമൻ അത്വഅ അല്ലാഹ വറസൂലഹു ഫഹുവ മഅ ഹൗലാഇൽ മുഫ്ലിഹീൻ. ഫമൻ അത്വഅ അല്ലാഹ വറസൂലഹു ഫഹുവ മഅ ഹൗലാഇൽ മുഫ്ലിഹീൻ. അതിനാൽ ആര് അല്ലാഹുവേയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവൻ ഈ വിജയികളോടൊപ്പമായിരിക്കും. നീ പറയാം, ഈ മഞ്ഞ കളറാക്കിയത് നിങ്ങളെ പുസ്തകത്തിൽ ഇല്ല മക്കളെ, ഞാൻ തിരിയാൻ വേണ്ടിയിട്ടതാട്ടോ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹയുടെ അനുസരണം നോക്കാം നമുക്ക്. വസ്സഹാബത്തു കാനൂ അഅ്ളമൽ അംസിലത്തി ലിഹാദിഹിൽ ത്വഅ. സ്വഹാബികൾ ഈ അനുസരണത്തിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങളായിരുന്നു. ഹത്താ ഇന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ سمع رسول الله صلى الله عليه وسلم يقول للناس وهو على المنبر اجلسوا. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലിരുന്ന് ജനങ്ങളോട് നിങ്ങൾ ഇരിക്കൂ എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ കേട്ടു. നോക്കൂ നിങ്ങൾ, വഅബ്ദുല്ലാഹി ലം യദ്ഖുലിൽ മസ്ജിദ ബൽ കാന ഖാരിജഹു ഫി ത്വരീഖ് فجلس مكانه خارج المسجد. അപ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പള്ളിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല, പകരം പുറത്ത് വഴിയിലായിരുന്നു. അദ്ദേഹം പള്ളിക്ക് പുറത്ത് ആ നിന്ന സ്ഥലത്ത് തന്നെ ഇരുന്നു. എന്താ അതൊക്കെ അല്ലേ? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കാൻ പറഞ്ഞത് പള്ളിയിലുള്ളവരോടാണ്. പക്ഷേ പള്ളിയിലെത്തേണ്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ, വൈകിപ്പോയതാണ്. ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് സ്വഹാബത്തിനോടാണ്. അതിൽ ഞാനും പെട്ടല്ലോ എന്ന് വിശാലമായി അങ്ങ് ചിന്തിച്ചു. പള്ളിൻ്റെ പുറത്തങ്ങോട്ടിരുന്നു. പള്ളി കയറിയിൽ പുറത്ത് കേട്ടപ്പോൾ അവിടെ ഇരിക്കും നടപ്പിരുന്നു. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഫറഗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖുതുബതിഹി ഖാല ലഹു സാദകല്ലാഹു ഹിർസൻ അലാ തബഇയത്തില്ലാഹി വതബഇയത്തി റസൂലിഹി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹുവേയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുന്നതിനുള്ള നിന്റെ താല്പര്യം അല്ലാഹു വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരിട്ടം പറഞ്ഞാൽ പിന്നെയും കേട്ടാൽ മതിയല്ലോ, വീഡിയോ ആകുമ്പോൾ അങ്ങനെ സുഖമുണ്ട്. ക്ലാസ്സിലല്ലല്ലോ നമ്മൾ ഉത്തരിക്കുന്നത്. നീ സഹാബിയ ബിൻത് അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകളായ ഒരു സ്വഹാബിയായ സൊഫിയ എന്നാണ് കേട്ടോ. സൊഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ്. ഇവിടെ സൊഫിയ എന്നായിക്കളി എഴുതിയപ്പോൾ സ്വഹാബിയ എന്നായിപ്പോയതാണ്. ഈ കാണുന്ന സാധനം സൊഫിയ. ഇതൊന്നും പുസ്തകത്തിൽ നിങ്ങൾ ഇതൊന്നും വേണം, വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സൊഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അനുസരണം കഥ പറഞ്ഞാൽ ഇപ്പം ഉണ്ടാവും. ഉഹദ് യുദ്ധം നടന്നു. അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം
നടക്കേണ്ടതൊക്കെ നടന്നു. കുറച്ച് സഹാബത്ത് ഷഹീദായിട്ടുണ്ട്. ഷഹീദായ വാർത്ത കേട്ടു പലരും പൊർക്കളത്തിലേക്ക് വരുന്നു. ഉമ്മമാർ, അപ്പോഴാണ് എൻ്റെ സഹോദരൻ ഹംസ ഉഹുദ് യുദ്ധത്തിൽ ഷഹീദായി എന്ന വാർത്ത പെങ്ങളാകുന്ന അബ്ദുൽ മുത്തലിബിന്റെ മകളാകുന്ന സഫിയ അറിയുന്നത്. ഹംസന്റെ സഹോദരിയാണ് റളിയല്ലാഹു അൻഹുമ. സുബ്ഹാനല്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണത്തിൽ കിടക്കുന്ന രംഗം അത്ര സന്തോഷമുള്ളതല്ല. ഷഹീദാകൽ തന്നെ സന്തോഷമൊക്കെ തന്നെയാണ്. പക്ഷേ എന്തും ജഹ്ഷുമൊക്കെ കൂടിയിട്ട്, വഹ്ഷിയെല്ലാം കൂടിയിട്ട് ആ ശരീരം, ആ പരിശുദ്ധ ശരീരം വികൃതമാക്കിയിട്ടുണ്ട്. തലയോട്ടി പൊട്ടിച്ചിട്ടുണ്ട്, ഹൃദയം തുറന്ന് പുറത്തെടുത്തിട്ടുണ്ട്, അതിൽ കള്ളൊഴിച്ചിട്ടുണ്ട്. അങ്ങനെ വൃത്തിഹീനമായ സ്വഭാവത്തിൽ അവിടെ പെരുമാറിയിട്ടുണ്ട്. ഇത് കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെടഞ്ഞു പോയിട്ടുണ്ട്. ആ രംഗം കാണാനാണ് തൻ്റെ അമ്മായി ഇറങ്ങി വരുന്നത് എന്നറിഞ്ഞപ്പോ അതാ സ്വന്തം മകനെ വിടുന്നു. ആരെ? മഹതിയായ സഫിയ ബീവിയുടെ മകനാകുന്ന സുബൈർ ഇബ്നുൽ അവ്വാമിനോട് പറയുന്നു, മോനെ, ഉമ്മ പൊർക്കളത്തിലേക്ക് പോകരുത്, ഉമ്മ സഹോദരനെ കാണരുത്. കേൾക്കേണ്ട താമസം സുബൈർ ഇബ്നുൽ അവ്വാം പൊർക്കളത്തിലേക്ക് ഓടി. ഉമ്മ അവിടെ എത്താ നിൽക്കുന്ന സമയം തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, ഉമ്മ കടന്നു പോകരുത്, രണാങ്കണത്തിലേക്ക് കടക്കരുത്. ഉമ്മയാണ്, മകനാണ്. ഉമ്മന്റെ ലക്ഷ്യം തൻ്റെ സഹോദരന്റെ ആ പ്രശുദ്ധമായ ശരീരം കാണലാണ്, ബറക്കത്തെടുക്കലാണ്. അർത്ത് കരയാനല്ല, പൊട്ടിക്കരയാനല്ല സഫിയ പോയത്. പക്ഷേ ഉമ്മ പോകരുത് കൈകൊണ്ടങ്ങ് തടുത്തപ്പോ സഫിയ റളിയല്ലാഹു അൻഹ ആഞ്ഞൊരു കുത്ത് മകൻ സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ നെഞ്ചത്ത് കുത്തിപ്പോയി. സുബൈർ മാറിയില്ല. സുബൈർ പറഞ്ഞു, ഉമ്മ, ഇത് സുബൈറിന്റെ തീരുമാനമല്ല, ഇത് റസൂലുള്ളാഹിന്റെ തീരുമാനമാണ്. നോക്കൂ മക്കളെ, ആര്? റസൂലുള്ള സഫിയന്റെ സഹോദരന്റെ മകനാണ്. പക്ഷേ പറഞ്ഞത് മുഹമ്മദ് നബി എന്നല്ല, മുഹമ്മദിന്റെ എന്നല്ല, റസൂലുള്ളാഹിന്റെ തീരുമാനമാണ്. പെട്ടെന്ന് മുഹമ്മദ് പറയുമ്പോൾ എൻ്റെ പേരക്കുട്ടി കുട്ടിയല്ലേ എന്ന് ചിന്തിക്കും. റസൂലുള്ളാഹിന്റെ തീരുമാനം എന്ന് പറഞ്ഞപ്പോ സഫിയ അവിടെ അങ്ങ് നിന്നു. പിന്നെ ഒരു അടി മുമ്പോട്ട് വെച്ചില്ല. അനുസരണമാണത്. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫിയക്ക് ആ ബറക്കത്ത് വേണ്ട. ഇതാണ് കഥ കേട്ടോ, ഞാൻ വായിക്കുള്ളൂ, കേൾക്കുക. സഅതു സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് ഇലാ ഉഹദ് തബ്ഹസു അൻ അഖീഹാ ഹംസത ബിൻ അബ്ദുൽ മുത്തലിബ്. പൊർക്കളത്തിൽ ഷഹീദായ ആളുകളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ സഫിയ അതാ പൊർക്കളത്തിലേക്ക് ഓടുകയാണ്. തൻ്റെ സഹോദരൻ ഹംസയെ കാണാനാണ്. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് തൻ്റെ സഹോദരൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ അന്വേഷിച്ചു ഉഹദിലേക്ക് വേഗത്തിൽ നടന്നു. ഹീന അതത്ഹാ അംബാഉ മഖ്തലിഹി ഫി ഉസ്വത്തി ഉഹദ്. ഉഹദിൽ വെച്ച് മഹദിയെ കൊല ചെയ്ത് മഹാനവർ ഷഹീദായിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോൾ, ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത അവർക്ക് ലഭിച്ചപ്പോഴായിരുന്നു അത്. فكره النبي صلى الله عليه وسلم أن ترى القتلى. ഷഹീദായവരെ കൊല്ലപ്പെട്ടെന്ന വാക്ക് ഞാൻ ഉപയോഗിച്ച് തെറ്റാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായവരെ കുറിച്ച് കൊല്ലപ്പെട്ടവരെന്നോ മരിച്ചതെന്നും പറയാൻ പാടില്ല, ഷുഹദാക്കൾ എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. തെറ്റുപറ്റിപ്പോയതാ. ഷഹീദായ ആളുകളെ കാണാൻ അള്ളാഹുവിൻ്റെ റസൂല് ഇഷ്ടപ്പെട്ടില്ല. ആര്? സഫിയ. കൊല്ലപ്പെട്ടവരെ അവർ കാണുന്ന നിമിഷങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. فأسرع إليها ابن الزبير بن العوام يمنعها قبل أن تصل إلى القتلى. അതിനാൽ അവരുടെ മകൻ സുബൈർ ബിൻ അവ്വാം അവർ
ഷഹീദായവരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തടയാനായി അവരുടെ അടുത്തേക്ക് വേഗത്തിൽ ചെന്നു. فضربته ضربة في صدره وقالت إليك عني. അപ്പോൾ സഫിയ അവർ അവൻ്റെ നെഞ്ചിൽ ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു, നീ എന്നിൽ നിന്ന് മാറി നിൽക്കൂ, നീ എന്നിൽ നിന്ന് മാറി നിൽക്കൂ. فقال الزبير إن رسول الله صلى الله عليه وسلم عزم عليك ألا تذهبي إلى القتلى. അപ്പോൾ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊല്ലപ്പെട്ടവരുടെ അടുത്തേക്ക് പോകരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് കൽപ്പിച്ചിരിക്കുന്നു. ഫവഖഫത് വലം തഖുത് ഖത്വതൻ വആദത് ഇംതിസാലൻ ലിഅംരിഹി വർത്തിളാഅൻ ബിഖളാഇഹി. അതോടെ അവർ അവിടെ നിന്ന് പിന്നോട്ട് ഒരു അടി പോലും മുന്നോട്ട് വെച്ചില്ല. പ്രവാചകന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടും അവർ മടങ്ങിപ്പോരുകയും ചെയ്തു. വസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പടച്ച റബ്ബേ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബിയായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ കണ്ടവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അവരെ കണ്ടവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ആഖിറുസ്സമാനിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ ഈ കൊച്ചു കൊച്ചു സൽക്കർമ്മങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. അവർക്ക് സർവ്വ പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഖബറാളികളായവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. പടച്ച റബ്ബേ, പഠിക്കുന്ന ഞങ്ങൾക്ക്, ഞങ്ങളെ മക്കൾക്ക്, ശിഷ്യന്മാർക്ക് നല്ല ഓർമ്മ തരണേ അല്ലാഹ്, ബുദ്ധി തരണേ അല്ലാഹ്, നല്ലവരാക്കണേ അല്ലാഹ്. ആഖിറുസ്സമാനാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുസ്ലിമായിരിക്കും, വൈകുന്നേരം മടങ്ങി വരുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലമാണോ സംശയിക്കുന്നു. ഞങ്ങൾ ഈമാൻ നഷ്ടപ്പെടുത്തല്ല റഹ്മാനെ. നിസ്കരിക്കുന്നവരായി, സത്യം പറയുന്നവരായി, നോമ്പെടുക്കുന്നവരായി, സാലിഹീങ്ങളായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.